പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന നിർദ്ദേശം അംഗീകരിക്കാതെ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. വ്യാഴാഴ്ച വരെയാണ് വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ പ്രതിപക്ഷ ബഹളം തന്നെയായിരുന്നു, സഭ ബഹളമയം തന്നെയായിരുന്നു. ഇപ്പോൾ അമിത്ഷാ മറുപടി പറയും എന്ന നിർദ്ദേശം നൽകിയിട്ട് പോലും അത് അംഗീകരിക്കാതെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. മറ്റന്നാൾ സഭ കാലയളവ് അവസാനിക്കുമ്പോൾ എന്താകും ഇന്ന് നടക്കുക? ഐശ്വര്യ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന വാരത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ സമ്മേളനത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു. ലോക്സഭയും രാജ്യസഭയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസവും വിവിധ വിഷയങ്ങൾ, അതായത് നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയം BJP സമരത്തിന് നേരെയുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് തുടർച്ചയായി ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത്. ഇന്നലെയും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അമിത്ഷാ മറുപടി നൽകും. പക്ഷേ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ മാത്രമല്ല, ആ സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അമിത്ഷാ മറുപടിയിൽ വ്യക്തമാക്കും. പക്ഷേ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭ തടസ്സപ്പെടുത്തരുത് എന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷം വീണ്ടും ബഹളം വെച്ചതോടുകൂടിയായിരുന്നു ഇന്നലെ സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. അതിനിടയിൽ നിർണായകമായ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും വരുന്നുണ്ട്. ഇന്നലെ നികുതി നിയമങ്ങളിലെ ഇളവുമായി ബന്ധപ്പെട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇനി ഈ ഒരു സമ്മേളന കാലയളവിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് FCRA ആണ്, വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ ശക്തമാക്കുന്നതിനുള്ള ബില്ല്. അത് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ്, വ്യാഴാഴ്ചയാണ് സമ്മേളനത്തിന്റെ കാലാവധി അവസാനിക്കുന്നത്, അതിനു മുൻപ് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നുള്ള സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമാകും. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രിയുടെ മറുപടി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത്.